നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളോട് ക്ഷമ ചോദിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്ന ഈ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുമോ? അപ്പോ ഓറക്കിൾ മെസ്സേജ് തൊട്ടാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കരുത്. ആക്യുറേറ്റ് ആവില്ല കേട്ടോ, കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, പലരുടെ റീഡിംഗ് ആണ്. അപ്പോ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കുറച്ച് കാർഡുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങള് നടക്കണമെന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങളോട് അടുപ്പമുള്ളവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, അവരുടെ വാക്കുകൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ ക്ഷമയോടെ അവരൊരു കാര്യം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം, അവരെ വിശ്വസിക്കണം, അവര് തിരിച്ചു വിളിക്കുമെന്ന വിശ്വാസത്തില് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ക്ഷമ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഒരു റിലേഷൻഷിപ്പില് പ്രശ്നമുണ്ട്, ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് മാറിയിട്ട് പുതിയ നല്ലൊരു റിലേഷൻഷിപ്പ് വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണ്, ചില റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആണ്, ചില അവസ്ഥകളിൽ അഡിക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ അഡിക്ഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഓക്കെ, ഇത്രയും കാർഡുകളാണ് ഇവിടെ കണ്ടത്. ഇനി നമുക്ക് നോക്കാം അവര് ക്ഷമ ചോദിക്കുമോ എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. അവര് ക്ഷമ ചോദിക്കുമോ എന്നുള്ള ചോദ്യമാണ്. എന്താണ് ഇപ്പോ അവരുടെ എനർജി, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ബാലൻസ് ഇല്ലായ്മ, ഒരു ഇമോഷൻസിൽ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട്. ചില സമയത്ത് അവർ വളരെ നല്ലതായിട്ട് സമചിത്തതയോടെ പെരുമാറുന്നുണ്ട്, കാര്യങ്ങൾ കാണുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് ഒട്ടും കൺട്രോൾ ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു കൺട്രോൾ ഇല്ലാതെ എന്തിലോ അഡിക്റ്റഡ് ആയിട്ട് ഇവർ ഇരിക്കുകയാണെന്നും കാണിക്കുന്നുണ്ട്. ഇത് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ സാജിറ്റേറിയസ് സോഡിയാക് സൈനിന്റെ റിവേഴ്സ് എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം, എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വന്നിട്ടുള്ളത്. മദർ ഓഫ് കപ്സ്, ഇവിടെ സ്നേഹത്തില് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ്. അഗാധമായി സ്നേഹിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ പേജ് ഓഫ് കപ്സും രണ്ടും വാട്ടർ എനർജിയാണ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പോ ഇതില് രണ്ടിലും ഇത് വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന, ഗോസിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ആരെന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്.
അതുപോലെ തന്നെ അപ്പോ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു എനർജി മിക്കവാറും വ്യക്തിയുടെ എനർജി ആയിരിക്കും. അവര് നിങ്ങളെ അന്ധമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു. പക്ഷേ എന്തോ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം ചെയ്തു. അതോടുകൂടി അവരുടെ ആ സ്നേഹം ഒരു ദേഷ്യമായിട്ട് മാറി. അതുകൊണ്ടാണ് ഒരു ബാലൻസ് ഇല്ലായ്മ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥ എന്താണ്? ഒരു കാർഡ് മാത്രം വന്നിട്ടുണ്ട്. ഇവര് അപ്രൈറ്റ് ആയിട്ട്, ബാക്കിയെല്ലാം റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവര് വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ പോയി എന്നാണ് പറയുന്നത്. അവര് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരായിട്ട് വഴക്കിട്ടു. ആൾക്കാര് നിങ്ങൾ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിച്ചു. പിന്നെ വലിയൊരു പൊട്ടിത്തെറിയും, ചിലപ്പോ ഇവര് നിങ്ങളെ ഇഷ്ടപ്പെട്ടപ്പോ, ഇപ്പൊ നിങ്ങളുടെ മാരീഡ് ലൈഫ് ആയിരിക്കാം, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ച രണ്ടുപേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ കയറിയവരായിരിക്കാം. എന്ന് വെച്ചാല് തേർഡ് പാർട്ടി കണക്ഷൻ അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ എല്ലാവരും എതിർത്തിട്ടും ആ എതിർപ്പിനെ അവഗണിച്ച് ഇവര് നിങ്ങളെ അഗാധമായി സ്നേഹിച്ചത് കൊണ്ട് മാത്രം അവര് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതാണ്. വളരെയധികം പൊട്ടിത്തെറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും സക്സസ്ഫുൾ ആകില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഇവരെ ഉപേക്ഷിച്ചു, ഫാമിലി ഉപേക്ഷിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോ അവര് ഇതൊരു റിലേഷൻഷിപ്പ് ഒരു വലിയ ഭാരമായിരുന്നു, എന്നാലും ഇവരത് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരിപ്പോ ആ ഇമോഷൻസിലല്ല. അവർക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴിയും കാണുന്നില്ല എന്ന് മനസ്സിൽ ഇപ്പൊ അവര് വളരെ നേരത്തെ വളരെ ഇമോഷണൽ ആയിട്ട് കണ്ടിരുന്ന ആളാണ് റിലേഷൻഷിപ്പിനെ. ഇപ്പൊ അവര് വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് കാര്യങ്ങള് തീരുമാനിക്കാനുള്ള ഒരു ഉയരത്തിലേക്ക് അവരെത്തി എന്നാണ് പറയുന്നത്. ഈ രാജാവ് ഭയങ്കര സ്ട്രോങ് ആയ രാജാവാണ്. വെട്ടൊന്ന് മുറി രണ്ട്, അതാണ് ഈ രാജാവിന്റെ ചിന്ത, സ്വഭാവം. അപ്പൊ ഈ രാജാവ് വളരെ സ്ട്രോങ് ആണ്, വളരെ പ്രാക്ടിക്കൽ ആണ്, വളരെ ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവിടെ നമുക്കൊരു വിലയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോ ഈ ഒരു എനർജിയിലേക്കാണ് വന്നേക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറകോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു എനർജിയാണ്. ഈ ഒരു എനർജിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ സ്കോർപിയോ ഉണ്ട്, ഏരീസ്, അക്വാരിയസ് ഉണ്ട്. നിങ്ങളോട് ഇവരെന്താണ് ചെയ്തത്? പക്ഷെ ഇത്രയും കണ്ട ഇതിപ്പോ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ആവാം ഇത്, അല്ലെങ്കിൽ ഇവരുടെ എനർജി. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരും റീഡിങ്സിൽ കേട്ടോ. അപ്പോ നിങ്ങളോട് ഇവരെന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത്. ഇവരെന്താണ് ചെയ്തത്? ഇവര് പറയുന്നത് അന്ധമായിട്ട് ഇവരൊരു മരണം കാണിക്കുന്നുണ്ട്. അപ്പോ ഇവര് വളരെയധികം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നിങ്ങളോട് അവർ ചെയ്തത് എന്താന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു മരണം കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു ചതിയും വഞ്ചനയും കാണിക്കുന്നുണ്ട്, ഇവിടെ ക്വീൻ ഓഫ് കപ്സിനെ കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. വെച്ചാൽ ഇത്രയും പ്രശ്നത്തിൽ നിന്ന് വന്ന അവര് വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പല അനുഭവങ്ങളും പല ദുരനുഭവങ്ങളും റിലേഷൻഷിപ്പില് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കയറിയപ്പോ നിങ്ങളെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളെ അഗാധമായിട്ട് വിശ്വസിച്ചു. നിങ്ങളിൽ നിന്നൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ അവര് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അവര് വന്നത് ഒരു മരണം, ചിലപ്പോ അവര് അഗാധമായിട്ട് സ്നേഹിച്ച ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ ഇവര് ഭയങ്കരമായ വേദന അനുഭവിച്ചിട്ടാണ് വന്നത്. അപ്പൊ അവരുടെ പാസ്റ്റില് നിങ്ങൾ വന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ ജീവിതം വളരെ ഭയാനകമായിരുന്നു.
മനസ്സിലായി. ചിലപ്പോ അച്ഛനും അമ്മയോ ഒന്നുമില്ലാതെ വളർന്ന ഒരാളായിരിക്കാം. പിന്നെ അതുമല്ല, സ്നേഹിച്ചവരെല്ലാം ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും നിങ്ങളെ വിശ്വസിക്കാനുള്ള സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അവര് വച്ചു എന്നതാണ് അതിശയം. കാരണം അത്രയും വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അവര് വന്നത്. പക്ഷെ എന്നാലും നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. അതാണ് അവര് ചെയ്ത തെറ്റ് ഇതാണെന്നാണ് പറയുന്നത്. ഇവര് പക്ഷെ തെറ്റല്ല ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അതല്ല, ഇതിപ്പോ നിങ്ങളുടെ എനർജിയാണ് ആണെങ്കിൽ ഇവര് നിങ്ങളുടെ സ്നേഹത്തിന് വില തന്നില്ല എന്നൊരു അർത്ഥം വരും ഇവിടെ. പക്ഷെ ഇവിടെ കാണിക്കുന്നത് ഇത് അവരുടെ എനർജിയാണ്. അവര് നിങ്ങളെ അത്രയും ദുരിതപൂർണമായ ഒരു പാസ്റ്റ് ഉള്ള ഒരു ആള്, സ്ത്രീയോ പുരുഷനോ, നിങ്ങളെ എന്നാലും അവരുടെ ദുഃഖങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാതെ അവരെ നിങ്ങളെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ ദുഃഖങ്ങളെല്ലാം അവർ മറച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ്. സ്കോർപിയോ ഉണ്ട് ഇവിടെ. സ്കോർപിയോ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഇവർക്ക് കുറ്റബോധമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ ക്ഷമ ചോദിക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോ അപ്പൊ ഇതുകൊണ്ടാണ് ഇത്രയുമൊക്കെ ഇവര് ചെയ്തിട്ടാണ് ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവര് എന്താണ് നിങ്ങളോട് ചെയ്തതെന്ന് നമ്മൾ ചോദിക്കുമ്പോ ഇതാണ്. അപ്പൊ അവര് തെറ്റല്ല ചെയ്തത്, അവര് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷേ നിങ്ങൾ എന്തോ ചെയ്തത് കൊണ്ടുള്ള വേദന കൊണ്ടാണ് ഇവര് നിങ്ങളോട് തെറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. മനസ്സിലായോ? അതല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇവർക്ക് ദുഃഖമുണ്ട്, ഇവർക്ക് ഒരു പാസ്റ്റ് ലൈഫ് ഇത്രയും പ്രശ്നത്തിലായിരുന്നു എന്ന കാര്യം നിങ്ങളോട് തുറന്ന് പറയാതിരുന്നപ്പോ ഇവര് നേരത്തെ വിവാഹം കഴിച്ചവരാണ്. ചിലപ്പോ ജയിൽ ജീവിതം അനുഭവിച്ചവരായിരിക്കാം, ചിലപ്പോ ഒരു കൊലപാതകിയായിരിക്കാം. മനസ്സിലായോ? ചിലപ്പോ ഇവരെ ഉപദ്രവിച്ച ആളെ ഇവര് കൊന്നു കളഞ്ഞിട്ടുണ്ടാവാം. ഇവിടെ 10 of Swords കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഭയാനകമായ ഒരു പാസ്റ്റ് ഉള്ള ഒരു എനർജി ആണ് ഇത്. പക്ഷേ അവര് മറച്ചു വച്ചു. ഇതായിരിക്കാം നിങ്ങളോട് തെറ്റ് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. മനസ്സിലായോ? പക്ഷേ നിങ്ങളോട് ഇതൊന്നും അവര് പറയാതിരുന്നതിന്റെ കാരണം ചിലപ്പോ അവര് നിങ്ങൾ ഉപേക്ഷിക്കും ഇവരെ എന്നൊരു പേടി കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇവരെ പേടിയാവും. അതുകൊണ്ടായിരിക്കാം ഇവര് നിങ്ങളോട് പറയാതിരുന്നത്. എന്തായാലും നിങ്ങളോട് പറയാതിരുന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നതിൽ ഇവർക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറ്റബോധം ഇല്ല എന്നാണ് ഇവര് പറയുന്നത്. കാരണം ഇതിപ്പോ നിങ്ങൾ നേരത്തെ അറിഞ്ഞാലും നിങ്ങൾക്ക് പേടിയാണ് ഇവരെ. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് ഇവരെന്നോട് തുറന്ന് പറയാതിരുന്നത് കൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്. ആ റിലേഷൻഷിപ്പ് ഇപ്പൊ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുന്നതിന്റെ കാര്യവും നേരത്തെ പറയാതിരുന്നിട്ട് ഇത്രയും പ്രശ്നം, പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും പ്രശ്നമായേനെ എന്ന് ഇവര് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയണ്ടാന്ന് അവര് കാരണം നിങ്ങളുടെ സ്നേഹം അവർക്ക് ആവശ്യമായിരുന്നു. മനസ്സിലായി? ഇപ്പോഴും ആവശ്യമാണ്. പക്ഷെ ചിലപ്പോ നിങ്ങൾക്ക് ഇവരെ പേടിയായിരിക്കും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇവരെ പേടിയായിരിക്കും. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവരും ആഗ്രഹിക്കുന്നില്ല. ഇവര് ഒരു കിങ് ഓഫ് സ്വേർഡ്സ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് വളരെ സ്ട്രോങ് ആയ എനർജിയാണ്. ഞാൻ ക്ഷമ പറയേണ്ട കാര്യമില്ല എന്നാണ് ഇവര് പറയുന്നത്. കാരണം ഇവർക്ക് കുറ്റബോധമില്ല. ഇവര് പറയുന്നത്, ഞാൻ പറഞ്ഞാലും ഈ റിലേഷൻഷിപ്പ് തീരുമായിരുന്നു, പറഞ്ഞില്ലെങ്കിലും റിലേഷൻഷിപ്പ് തീരുമായിരുന്നു. മനസ്സിലായോ? പക്ഷേ ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട്. നമ്മൾ ഒരാളെ നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത് ഒരാളെ ഇല്ലാതാക്കുന്നതും നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരാളെ ഇല്ലാതാക്കുന്നതും നമ്മളുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഇല്ലാതാക്കുന്നതും എല്ലാം നമ്മളുടെ മക്കളെ ഉപദ്രവിച്ച ഒരാളെ നമ്മൾ ഇല്ലാതാക്കുന്നത് പല തരത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതനുസരിച്ചിട്ടാണ് ഓരോ പ്രശ്നങ്ങളിൽ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ ഇവരുടെ ഇവർക്ക് ഇപ്പോഴും ഇങ്ങനൊരു പാസ്റ്റ് ഉള്ളതിൽ അവർക്ക് കുറ്റബോധമില്ല. നിങ്ങളോട് പറയാതിരുന്നതിലും കുറ്റബോധമില്ല. കാരണം ഇവർക്ക് അറിയാം. ഇപ്പൊ ജയിലിലൊക്കെ ജയിലില് വാസം അനുഭവിച്ചു വരുന്നവർക്ക് ജോലി ഒന്നും ആൾക്കാർ കൊടുക്കില്ല. എന്നുവെച്ചാല് ഇപ്പൊ മാറിയിട്ടുണ്ടോ, ഇപ്പൊ അവരെ പുനരധിവസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് അവര് പിന്നെയും എങ്ങനെയായിരുന്നു, എന്ത് കാരണം കൊണ്ടാണോ അവർ ജയിലിലേക്ക് പോയത് അതേ ജോലി തന്നെ
വീണ്ടും ചെയ്യേണ്ടി വരുന്നിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ നമ്മള് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെയെങ്കിലും നശിപ്പിച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാല് അത് മറ്റുള്ളവർക്ക് നമ്മളെ പേടിയാവും. നമ്മൾ നല്ലതോ ചീത്തയോ എന്തും ആയിക്കോട്ടെ, എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ നമ്മള് ഒരാളെ ഇല്ലാതാക്കിയത്, അത് നമ്മളെ എപ്പോഴും പുറകെ വരും. അതാണ് ഇവരുടെ ജീവിതം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്നത്, എനിക്ക് അതില് ഞാൻ അത് നേരത്തെ പറയാതിരുന്നതിൽ എനിക്ക് കുറ്റബോധമില്ല. കാരണം പറഞ്ഞിരുന്നെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയെടുത്ത് തന്നെ നിന്നാല് ഇതിപ്പോ റിലേഷൻഷിപ്പ് കുറച്ച് മുമ്പോട്ട് പോയി. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞപ്പോ ഇത് ഇവര് പ്രതീക്ഷിച്ചിരുന്നതാണ്. നിങ്ങൾ അറിഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറ്റബോധം ഇല്ല എന്നാണ് അവര് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങള് ഇത് മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഇവരോട് വന്ന് ചോദിക്കുന്നത്. ചിലപ്പോ ഇവരുടെ ഒപ്പം ജയിൽവാസം അനുഭവിച്ചിരുന്ന ആരെങ്കിലും നിങ്ങൾ വഴിക്ക് വെച്ച് കാണുകയോ അങ്ങനെ. ഇപ്പൊ ജയിൽവാസം തന്നെ ആവണം എന്നില്ല, വേറെന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളോട് പറഞ്ഞില്ല, കാരണം നിങ്ങളെയും കൂടെ എന്തിനാ വേദനിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. ഇപ്പൊ ജയിൽവാസം തന്നെ അങ്ങനത്തെ ഒരാളാവണം എന്നില്ല, വേറെ പല എക്സ്പീരിയൻസും ഉള്ളവരായിരിക്കാം. മനസ്സിലായോ? അപ്പോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പ് പോയേനെ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇത്രയും നിർത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ അറിഞ്ഞിട്ട് ഇത് നിന്ന് പോയതില് എനിക്ക് കുറ്റബോധമില്ല, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവര് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ക്ഷമ ചോദിക്കുമോ? തോന്നുന്നില്ല, കാരണം വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയാണ്. ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളോട് ഇത് തുറന്ന് പറഞ്ഞാൽ വിചാരിച്ചു അവർ ചെയ്യില്ല എന്ന്. പക്ഷെ ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മെച്ചുവേർഡ് ആയ എനർജിയാണ്. ഇവരെങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാറില്ല. അറിയാതെ തെറ്റ് ചെയ്തു കഴിഞ്ഞാല് അത് വന്നതൊരു ഇതാണ്, വന്ന് വന്ന് പറ്റിപ്പോയതാണ് എന്ന ഒരു അവസ്ഥ. അപ്പൊ നിങ്ങളോട് ആ ഒരു മൈൻഡ് ഉണ്ട് ഇവർക്ക്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഇവര് സംസാരിക്കും. ഇവര് ക്ഷമ ചോദിക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, ഒരു ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആയിട്ട് ഇവരിവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവര് നിങ്ങളോട് വന്ന് സംസാരിക്കും. ക്ഷമ ചോദിക്കുമോ എന്നുള്ളത് ഇവര് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവര് ക്ഷമ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ഷമ കാരണം നിങ്ങൾക്ക് ശരിക്കുള്ള എന്തായിരുന്നു അവസ്ഥ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു എത്തുംപിടിയില്ല. നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളോട് പറഞ്ഞില്ല എന്തോ. അപ്പൊ നിങ്ങളുടെ ഈഗോ ഹേർട്ട് ആവുകയോ അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. മനസ്സിലായോ? അപ്പോ നിങ്ങൾ കുറച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇപ്പോ ചില ആളുകള് വളരെ ആദർശമുള്ള ആളുകൾ പല കാര്യങ്ങളും സൊസൈറ്റി അംഗീകരിക്കാത്ത കുറെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോ ചിലപ്പോ എന്താ പറയാ, ഒരു സൊസൈറ്റി അംഗീകരിക്കാത്ത തരത്തില് ജീവിതം നയിക്കുന്ന ആളുകളെ ചിലപ്പോ സ്വന്തമായിട്ട് പങ്കാളികളായിട്ട് സ്വീകരിക്കാറുണ്ട്. വളരെ ആദർശം ഉള്ള ആളുകൾ. എല്ലാവരും അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെ. കാരണം സൊസൈറ്റി അതിനെ ഒരു തരത്തിലാണ് കാണുന്നത്. അപ്പൊ സൊസൈറ്റിയെ എതിർത്തിട്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയല്ല, ചിലര് ആദർശത്തിന്റെ പുറത്ത് ചിലര് സ്വീകരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരാളാവാൻ ചിലപ്പോ ആയിരിക്കാം. പക്ഷെ ഇവിടുത്തെ റീഡിങ് ഇത്രയും കണ്ടത് കൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരാളല്ല എന്നാണ് ഈ നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ മഹാമനസ്കത ഉള്ള ഒരാളായിട്ട് തോന്നിയില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇവരെന്തുകൊണ്ടാണ് നിങ്ങളോട് ഇവര് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും നിങ്ങളോട് പറയുന്നത്. ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സും ക്വീൻ ഓഫ് സ്വേർഡ്സും ഉണ്ട്. അപ്പോ ഇവര് ചിലപ്പോ നിങ്ങളുടെ സ്വന്തം ഭാര്യയായിരിക്കും, വിവാഹം കഴിച്ചവരായിരിക്കാം, കുട്ടികൾ ഉണ്ടാവാം. ഇവര് ധൈര്യം സംഭരിച്ച് നിങ്ങളോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇവരെ തിരിച്ച് സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് പറയാം. ഇപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവര് വരുമ്പോ നിങ്ങൾ അവരോട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഇവര് നിങ്ങളോട് വന്ന് സംസാരിക്കും. ഇവരിപ്പോ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്, എനർജി, സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. അപ്പോ ലിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ലിയോ, ക്യാൻസർ, സ്കോർപിയോ, പിന്നെ
പിന്നെയും സ്കോർപ്പിയോട് വന്നിട്ടുണ്ട്, ഏരീസ് അക്വാരിയസ് വന്നിട്ടുണ്ട്. ഇവര് നിങ്ങളോട് വഴക്കടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഭയങ്കര ഭീകരമായ എക്സ്പീരിയൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ഈ വളരെ ചെറിയ ചെറിയ ഫൈറ്റുകളൊക്കെ എന്തിനാണ് സാജിറ്റേറിയസ് ഇത് കേട്ടോ. ഇതെല്ലാം ഇനി പറഞ്ഞ് ഇത് വഷളാക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ഇതാണ്. അവർക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ട്. വളരെ മെച്ചുവേർഡ് ആയ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.